ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നമ്മൾ NIOS +2 ഹിന്ദിയാണ് കവർ ചെയ്യുന്നത്. അതിലിപ്പം നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് തുളസീദാസ്, അതായത് സഗുൺ ഭക്തികാൽ കെ പ്രമുഖ കവി തുളസീദാസ്. അപ്പോൾ ഇദ്ദേഹത്തിനെ കുറിച്ചിട്ട് നമ്മൾ പ്ലസ് ടുവിലും നമ്മൾ കവർ ചെയ്ത് പോകുന്നുണ്ട്. അതേപോലെ തന്നെ NIOS 10th ഇതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ കാലങ്ങളിൽ തന്നെ നമ്മൾ എല്ലാ ഹിന്ദി സാഹിത്യത്തിലെ കാലങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിർഗുൺ ഭക്തികാല, സഗുൺ ഭക്തികാലം എന്നൊക്കെ. അപ്പോൾ അതിൽ സഗുൺ ഭക്തി കാലഘട്ടത്തിലെ കവിയായിരുന്ന തുളസീദാസ്, അതേപോലെ സൂർദാസ്, കവിയത്രി മീരാബായി, ഇതാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത്. ഇവരെക്കുറിച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത്. തുളസീദാസ് ഭക്ത് കാൽ കി സഗുൺ ഭക്ത് കാവ്യധാരാക്കെ രാം ഭക്ത് കവി ഹേ. തുളസീദാസ് ഭക്തി കാലഘട്ടത്തിലെ സഗുൺ ഭക്ത് കാവ്യത്തിലെ അല്ലെങ്കിൽ സഗുൺ ഭക്തി വിഭാഗത്തിൽ വരുന്ന രാമഭക്ത കവിയായിരുന്നു. അദ്ദേഹം എന്ന് പറയുന്നത് എന്താണ്? രാമഭക്തനായിരുന്നു. ആര്? തുളസീദാസ്. ഉനോനെ രാംചരിത് മാനസ് കി രചനാക്കി. അദ്ദേഹത്തിൻ്റെ പ്രമുഖ രചന എന്ന് പറയുന്നത് എന്താണ്? രാംചരിത് മാനസ്. പിന്നെ ഉനോനെ രാംചരിത മാനസ് ലിഖാത ഓർ എന്താണ് അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ പേര്. ഈ ഒരു കാര്യങ്ങളൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നർഹരിദാസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ പേര് നർഹരിദാസ്. തുളസീദാസ് കെ ഗുരു നർഹരിദാസ്. പിന്നെ അദ്ദേഹത്തിൻ്റെ രചനകളുടെ പേര് ദോഹാവലി, കവിതാവലി, ഗീതാവലി, വിനയ് പത്രിക ഓർ രാംചരിത മാനസ്. ഇത്രയുമാണ് എന്ത് തുളസീദാസിൻ്റെ നമ്മൾ പ്രധാനപ്പെട്ട, അതായത് അദ്ദേഹത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓർത്ത് വെക്കേണ്ടതായിട്ടുള്ള പഠിക്കേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് അദ്ദേഹം രാമഭക്ത കവിയായിരുന്നു. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രചനയായിരുന്നു രാംചരിത മാനസ്. അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ പ്രമുഖ രചനകളിലായിരുന്നു ഏതൊക്കെ? ദോഹാവലി, കവിതാവലി, ഗീതാവലി, രാംചരിത മാനസ് ഓർ വിനയ് പത്രിക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ തുളസീദാസ് എന്ന് പറയുന്ന ആ ഒരു കവിനെ കുറിച്ച് ഓർത്ത് വെക്കേണ്ടത്. അദ്ദേഹം ഏത് കാലഘട്ടത്തിലായിരുന്നു? സഗുൺ ഭക്തി കാലഘട്ടത്തിലെ കവിയായിരുന്നു എന്നാണ് പറയുന്നത്. അടുത്തത് സൂർദാസ്. സൂർദാസും നമ്മൾ സഗുൺ ഭക്തിധാരയിലെ സർവശ്രേഷ്ഠ കൃഷ്ണഭക്ത കവി. അപ്പോൾ കൃഷ്ണഭക്ത കവിയായിരുന്നു ആര്? സൂർദാസ്. രാം ഭക്ത കവിയായിരുന്നു തുളസീദാസ്. അത് ആ ഒരു മാറിപ്പോകരുത്. രണ്ടും എന്താണ് ഓർത്ത് വയ്ക്കേണ്ടതാണ്. തുളസീദാസ് രാം ഭക്ത കവിയായിരുന്നു, സൂർദാസ് കൃഷ്ണഭക്ത കവിയായിരുന്നു. പിന്നെ ഇദ്ദേഹം സൂർദാസിൻ്റെ രചനകളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് കൃഷ്ണൻ്റെ ബാൽ ലീലായേയും, അതായത് കൃഷ്ണനെ